ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും ദേ ഇപ്പോഴാണ് കേട്ടോ കുറച്ച് ദിവസമായി എന്ന് വെച്ചാൽ ഒരു 10 ദിവസത്തിന് ശേഷമാണ് നമ്മളുടെ പുൽക്കൂടൊക്കെ അഴിച്ച് മാറ്റി നമ്മൾ ഉണ്ണി സെറ്റിലുള്ള ടീംസിനൊക്കെ പാക്ക് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഇങ്ങനെ വൈകാറുണ്ടോ എന്ന് വെച്ചാൽ ഏറെക്കുറെ ഈ കാരണം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഉടനെയാണ് നമ്മളുടെ പള്ളിപ്പെരുന്നാൾ. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പുൽക്കൂട് അവിടെ തന്നെ ഇരിക്കാറാണ് പതിവ്. പിന്നെ ഇനി അമ്പ് പെരുന്നാളായിട്ടാവാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തവണ കുറച്ച് നേരത്തെയാണ്. അപ്പോൾ ആ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദേ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉറപ്പിക്കലിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് കേട്ടോ. പോകുന്ന പോക്കിൽ നമ്മളൊരു ചായയൊക്കെ കുടിക്കാമെന്ന് വെച്ചിട്ട് ശരവണ ഭവനിലൊക്കെ കയറിയിട്ടുണ്ട്. അവിടുന്ന് ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സ്വീറ്റ്സും കൂടി കൈ കരുതാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് നമ്മൾ പാക്ക് ചെയ്തെടുത്തു. അവിടെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ പോകുന്ന ഒരാൾക്ക് ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞ് വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ. മഷ്റൂം ബിരിയാണിയാണ്, പക്ഷേ അത്ര പോരായിരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിച്ച സ്വീറ്റ്സിൽ നിന്ന് കുറച്ച് സംഭവമൊക്കെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അവൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒപ്പം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയോ ഓടിപ്പടഞ്ഞ് നമ്മളുടെ പള്ളിയിൽ തിരിച്ചെത്തി ഇന്നാണ് നമ്മളുടെ പള്ളിയിൽ തിരുനാൾ സമാപിക്കുന്ന ദിവസം. ഗാനമേളയോടൊക്കെ കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ വികാരിച്ചനും കൊച്ചച്ചനൊക്കെ കൂടിയിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് ഈ ഒരു ഗാനമേള ഉദ്ഘാടനമൊക്കെ ചെയ്തത്. നമ്മുടെ ഒരു വൈബ് സെറ്റാവുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ചാക്കോച്ചിനെ വിളിച്ചുകൊണ്ട് പോകുന്നായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് സമയം, അതിനുശേഷം വീട്ടിൽ വന്ന് സുഖമായിട്ട് കിടന്നു തുടങ്ങി.